ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ മലയാളം 5-ാമത്തെ യൂണിറ്റായ മണ്ണിലും മരത്തിലും എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. മണ്ണിലും മരത്തിലും. കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. എന്താണ് കാണുന്നത്? മഴ പെയ്യുകയാണ്. മരത്തിൻ്റെ ചില്ലയിൽ ഒരു കുഞ്ഞിക്കിളി ഇരിപ്പുണ്ട്. മറ്റൊരു ചില്ലയിൽ ഒരു അണ്ണാനും ഇരിപ്പുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ? ടും 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 ഠേ ഠേ, ഇടിവെട്ടി, കാറ്റ് വീശി, പെരുമഴ. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഇടിവെട്ടി കാറ്റ് വീശിയാണ് പെരുമഴ പെയ്യുന്നത്. ടും 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 ഠേ ഠേ, അതെന്താണ് കൂട്ടുകാരെ? ഇടിവെട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്കിളി എന്താ പറയുന്നത്? അമ്മേ, മഴ പെയ്യുന്നേ, എനിക്ക് പേടിയാകുന്നേ, നീ നീ. അപ്പോൾ കുഞ്ഞിക്കിളി കരയുകയാണ്. മഴ പെയ്തപ്പോൾ അമ്മയെ കാണാതെ കരയുകയാണ്. അപ്പോൾ അണ്ണാൻ എന്തു പറഞ്ഞു? ചിൽ ചിൽ ചിൽ, ഈ ചില്ലയിലേക്ക് പോരൂ, ഞാൻ കൂടെ കൂട്ടാം, പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? അവിടെ എന്താ കാണുന്നത്? ഒരു മരത്തിൽ ഒരു തത്തമ്മ ഇരിപ്പുണ്ട്. തത്തമ്മ എന്താ പറയുന്നേ? കുഞ്ഞിക്കിളി, മഴ നനയും, വായോ വായോ, ഈ പൊത്തിലേക്ക് വായോ. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. ചില്ല ഇളകി, കൂടിളകി. അണ്ണാൻ താഴേക്ക് വീണു. കൂടും താഴേക്ക് വീണു. കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ അണ്ണാനും കുരുവിയും കൂടും താഴേക്ക് വീഴുന്നത്? നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? അവിടെ എന്താ കാണുന്നത്? തത്തമ്മ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് വിളിക്കുന്നതാണ് കാണുന്നത്. അടുത്ത ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത്? കുഞ്ഞിക്കുരുവിയുടെ വിളി കേട്ട് അമ്മക്കുരുവി പറന്നു വരികയാണ്. അമ്മക്കുരുവി എന്താവും പറഞ്ഞിട്ടുള്ളത്? അയ്യോ, എൻ്റെ കുഞ്ഞും കൂടും എവിടെ? കുഞ്ഞും കൂടും എവിടെ പോയി കൂട്ടുകാരെ? അത് അണ്ണാൻ ചാടിയപ്പോൾ താഴെ വീണില്ലേ? അടുത്ത പേജിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. നമ്മുടെ കുഞ്ഞിക്കിളി പറന്നു പറന്നു വരികയാണ്. പൂരിപ്പിക്കാമോ? കുഞ്ഞി ചിറകുകൾ വീശി വീശി, അതാ അവിടെ എന്തെഴുതി കൊടുക്കാം? കുഞ്ഞിക്കിളി പറന്നു വരുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? പറയാമോ? മെഴുകുകൊണ്ടൊരു കൊട്ടാരം, അറകളുള്ളൊരു കൊട്ടാരം, തേനൂറുന്നൊരു കൊട്ടാരം. ആരുടെയാണ് ഈ കൊട്ടാരം? തേനീച്ച. തേനീച്ചയുടേതാണ് ഈ കൊട്ടാരം. കൂട്ടുകാർ തേനീച്ച കൂട് കാണുന്നുണ്ടോ? അതാണ് തേനീച്ചയുടെ കൊട്ടാരം. ആ മരത്തിൽ ഏതെല്ലാം ജീവികളാണ് താമസിക്കുന്നതെന്ന് നോക്കിക്കേ കൂട്ടുകാരെ. തേനീച്ചയുണ്ട്, കുരുവിയുണ്ട്, കാക്കയുണ്ട്, ഉറുമ്പുകളുണ്ട്. അതുപോലെ ആ മരത്തിനടിയിലും ധാരാളം ജീവികൾ ജീവിക്കുന്നുണ്ട്. അതാരെല്ലാമാണ്? പാമ്പുണ്ട്, എലിയുണ്ട്, മുയലുണ്ട്, പൂച്ചയുണ്ട്. അങ്ങനെ പലതരം ജീവികൾ ആ മരത്തിനടിയിലും മുകളിലുമായി താമസിക്കുന്നുണ്ട്. പാട്ടരങ്ങ്. കൂടുകൾ. തുന്നാരൻ കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. കൊത്തിക്കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരം കൊത്തി. കേടുകൾ തീർക്കാൻ അറിയില്ല കിളി, കൂടുകൾ പുതുതായി പണിയുന്നു. ഇവിടെ എന്താണ് കൂട്ടുകാരെ പറഞ്ഞിരിക്കുന്നത്? തുന്നാരൻ കിളി കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇലകൾ തമ്മിൽ നാരുകൾ ഉപയോഗിച്ച് തുന്നിക്കൂട്ടിയാണ് തുന്നാരൻ കിളി കൂടുണ്ടാക്കുന്നത്. കുരുവികൾ കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കുരുവികൾ കൂടുണ്ടാക്കുന്നത്. മരം കൊത്തുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? മരം കൊത്തി എങ്ങനെയാ വീടുണ്ടാക്കുന്നേ? മരം കൊത്തി കൊത്തി മുറി പണിയുകയാണ് ചെയ്യുന്നത്. കിളികളുടെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായാൽ അവർ എന്താണ് കൂട്ടുകാരെ ചെയ്യുന്നത്? അവർക്ക് കേടുപാടുകൾ തീർക്കാൻ അറിയാമോ? ഇല്ല. അതുകൊണ്ട് അവർ പുതിയതായി ഒരു കൂടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പൂരിപ്പിക്കാമോ? മണ്ണ് തുരന്ന് മാളത്തിൽ ജീവിക്കുന്നത് ആരെല്ലാമാണ് കൂട്ടുകാരെ? പുഴുവും എലിയും പാമ്പും മുയലും കീരികളും. കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം? ടിക്ക് ചെയ്യുക. ആദ്യത്തെ ചിത്രത്തിൽ എന്തെല്ലാം വെച്ചാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്? നാര്, കമ്പ്. രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാ കൂടുണ്ടാക്കിയിരിക്കുന്നത്? ഇല, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്.
മൂന്നാമത്തെ ചിത്രത്തിലെ കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത് കൂട്ടുകാരെ? എന്തെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നാര്, ഇല, കമ്പ്. നാലാമത്തെ ചിത്രത്തിലെ കിളിയെ നോക്കിക്കേ. എന്തെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നാര്, കമ്പ്, ഇല. അഞ്ചാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ചകിരി, നാര്, പുല്ല്, കമ്പ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. കൂട് കണ്ടോ കൂട്ടുകാരെ? വ്യത്യസ്തമായ രീതിയിലാണ് ആ കൂടുണ്ടാക്കിയിരിക്കുന്നത്. ആ കൂട് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കണ്ട കൂടുകളെക്കുറിച്ച് പറയാമോ? നമുക്ക് എഴുതി നോക്കിയാലോ? വളരെ മനോഹരമായാണ് പക്ഷികൾ കൂട് കൂട്ടുന്നത്. ചകിരികളും നാരും ഇലകളും കമ്പുകളും കൊണ്ട് മനോഹരമായ കുഞ്ഞു വീടുകൾ ഉണ്ടാക്കി അതിലവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായി ഉള്ളത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്